എം.ടി. അനുസ്മരിച്ച ജന്മനാടായ കൂടല്ലൂരിൽ നാട്ടുകാർ ഒത്തുചേർന്നു. പി. മമ്മിക്കുട്ടി എം.എൽ.എ, വി.ടി. ബൽറാം തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മൗനജാഥയോടെയാണ് നാട്ടുകാർ കൂടല്ലൂർ അങ്ങാടിയിൽ നാടിന്റെ പ്രിയപ്പെട്ട എം.ടിയെ ഓർക്കാൻ ഒത്തുചേർന്നത്. എല്ലാവരും ഒരേ കാര്യമാണ് പറഞ്ഞത്. കൂടല്ലൂരിന് പുറത്തുപോയാൽ നാട്ടുകാരോട് മറ്റുള്ളവർ ചോദിച്ചത് എം.ടിയെ കുറിച്ചായിരുന്നു. എല്ലാ നിലയ്ക്കും ഈ നാടിന്റെ കഥാകാരനായിരുന്നു. അദ്ദേഹം എഴുതിയതൊക്കെ, അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും, അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ നാടുണ്ടായിരുന്നു. എം.ടിയുടെ കഥാപാത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാവുന്നത് അവരുടെ നായക സങ്കല്പത്തിൻ്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ അവരൊക്കെ അതിമാനുഷരായ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല. ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ആനക്കര പഞ്ചായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിച്ചിരുന്നത് എം.ടിയുടെ നാട്ടിലാണോ നിങ്ങളുടെ വീട്, അവിടെ അടുത്താണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. എം.ടിയെ പരിചയപ്പെട്ടതും നാട്ടിൽ സ്വീകരണം നൽകിയതുമെല്ലാം നാട്ടുകാർ ഓർത്തു പറഞ്ഞു. 1980 ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വിയറ്റ്നാം എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് ബാങ്കിന്റെ പ്രസിഡന്റാണ്. 97 ശേഷം ആനക്കര ബാങ്കിന്റെ പ്രസിഡന്റായാണ് ആനക്കര. അങ്ങനെയാണൊരു കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടുന്ന ആദ്യത്തെ ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അനുസ്മരിക്കാൻ ഒരിക്കൽ കൂടി നാട്ടുകാർ ഒത്തുചേരുന്നുണ്ട്. അന്ന് എം.ടിയെക്കുറിച്ച് പറയാൻ കൂടുതൽ പേർ കൂടല്ലൂരിലെത്തും. ന്യൂസ് മലയാളം, പാലക്കാട്.